ഭൂമിയുടെ അറ്റത്തെത്തിയിരിക്കും. യുകെയുടെ അറ്റമാണെന്ന് എനിക്കറിയത്തില്ല, എന്തിന്റെ അറ്റമാണെന്ന് അറിയത്തില്ല. ഇംഗ്ലണ്ടിന്റെ അറ്റം. അതെ, നമ്മൾ ഇംഗ്ലണ്ടിന്റെ അറ്റത്തെത്തിയിരിക്കുകയാണ്. എന്താ ഇവര്, ഞാൻ വിചാരിച്ചു ഇവിടെ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പടക്കം പൊട്ടിക്കുന്നു. ഇല്ല അല്ലേ, പടത്തിൽ പടക്കം പൊട്ടിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇവിടെ നിൽക്കുന്ന സാധനം ഇച്ചിരിയും കൂടി ഒന്ന് ലൈറ്റ് ഇട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടോ പ്ലീസ്. ഒന്ന് ആരാ അതാരാ മൂണോ അന്തയും അത് ഏകദേശം അവിടെ സെറ്റിലായ പോലെ. ലാൻസെന്റ് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവരുടെ ഒരു ഫേമസ് സാധനം അത് കോർണിഷ് പേസ്ട്രില്ല. സ്കോൺസിന്റെ മുകളില് ക്രീമും ജാമും വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനം. മാപ്പ് നോക്കി കണ്ടുപിടിക്കുക, ഇതിലെവിടെയാ പേര് മാറ്റിയിരുന്ന സാധനം ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. പിന്നെ അതെവിടെയാ, പിന്നെ എന്തിനാ ഇവിടെ വന്നേ? അങ്ങോട്ടാ കാണിക്കുന്നത്, എനിക്കൊന്ന് ആ വഴിയായിരിക്കും. അപ്പം ആദ്യത്തെ അവസാനത്തെ ഹൗസ് എന്നല്ലേ അത് എഴുതിയിരിക്കുന്നത്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹൗസ് എന്നല്ലേ എഴുതിയിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ. അതന്നെ അത്. അങ്ങനെ നമ്മൾ നോക്കി നിന്ന അങ്ങനെ നോക്കി നിന്ന് ഇരുമ്പ് കുറ്റി കണ്ടുപിടിച്ചു. ടോണിച്ചേട്ടന്റെ കണ്ണും കാതും കേട്ട കുറ്റി ഇതാണ്, പക്ഷെ ഈ കുറ്റി മാറി. വേറെ ആരോ പേര് എഴുതി വെച്ചിരിക്കുന്നു. കൊണ്ടുവന്ന് എടുത്തേക്കുന്ന ഓട്ടോറിക്ഷ, ഫയർ എഞ്ചിൻ. പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെയായിരുന്നു ശരിക്കും പേര് ഇട്ടെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ ആ പേരിന്റെ ആ സാധനം അവർ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. ആ വിദഗ്ധ മറുപടി പറഞ്ഞു കൊടുക്കും. 5 മണിക്ക് ശേഷം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വൈകുന്നേരം 5 മണി കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ലാൻഡ് സെന്റർ ഈ ബോർഡിനെ പറ്റി ഫോട്ടോ എടുക്കാം. അല്ലെങ്കിൽ പക്ഷെ ഇവിടെ പേര് വെക്കുന്ന ഒരു ബോർഡുണ്ട്, ഉണകലും കാണിച്ചു കൊടുക്കുക. ആ പീസ് ഊരി അവർ വീട്ടിൽ പോയി. അപ്പം അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ പേര് അവിടെ വെക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പേര് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5 മണിക്ക് മുന്നും 5 മണിക്ക് മുൻപും പേര് വെക്കാണ്ട് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാൻ നമ്മളെ പോലെ വരികയാണെങ്കിൽ 5 മണിക്ക് ശേഷം. നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോ എല്ലാവരും കൂടി ഒരു പോസ്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ അത്ര സുഖമില്ല. അവിടെ തന്നെ ഡേഞ്ചറസ് ക്ലിഫ് എന്നാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ നോക്കട്ടെ. കമന്ററി ആൻഡ് എക്സ്റ്റെൻഡഡ് ഇപ്പൊ അങ്ങനെയായി. എന്നാ വിദഗ്ധർ വരട്ടെ. ഇനി ലോക്കൽ പറയട്ടെ. ആ ലോക്കൽ മനു അങ്ങാട് സംസാരിക്കുന്നതാണ്. കല്ലന്താഴം ബൈപ്പാസ് ഇല്ല. പിന്നെ ഓരോ ടിപ്പും പേയ്മെന്റിലൂടെ ഞാൻ സംസാരിക്കുന്നത്. അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സമയം
അപ്പോൾ ഫോട്ടോ എടുക്കുന്ന അതാണ് ഇവിടുത്തെ ലാസ്റ്റ് സൈൻ പോസ്റ്റ്. ഇനി ആ കാണുന്ന അവരവിടെ കാണാം. പോയി അവർ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു തോന്നുന്നു. നമുക്ക് ഈ സൈഡിലൊരു വ്യൂ പോയിന്റ് കണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. വ്യൂ പോയിന്റ് പോയി കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതെടുക്കാൻ മറന്നു പോയോ? S24 അൾട്ര ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൂമിയായിരുന്നു. കാണുന്നില്ല, അവിടെ പോയി തന്നെ വായിക്കണം. ചായക്കട, UK അവസാനത്തെ ചായക്കടയാണ്. കട തുറന്നിട്ടില്ലെങ്കിൽ ഭൂമിയുടെ അറ്റത്തായോണ്ടെന്ന് അറിയത്തില്ല. എന്താ വില ഒരു സ്കൂപ്പ് ഐസ്ക്രീമിനൊക്കെ. അല്ല, ഭൂമിയുടെ അറ്റത്തൊക്കെ വന്ന് താമസിച്ചല്ലോ. പിന്നീട് റീൽസ് എടുക്കുന്ന തിരക്കിൽ ഔട്ട്രോ പറയാൻ മറന്നുപോയി. അവിടുന്ന് കുറച്ച് റീൽസും ഫോട്ടോസും എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അക്കോമഡേഷനിലേക്ക് പോയി. അപ്പോൾ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വിൽ സീ യു വിത്ത് നെക്സ്റ്റ് വ്ളോഗ്. ബൈ.